കനത്ത മഴയെ തുടർന്ന് കൊച്ചി കുമ്പളത്ത് വീട് തകർന്നു. തറമാശ്ശേരി റോഡിൽ ബൈജുവിന്റെ വീടാണ് തകർന്നത്. ഏകദേശം 4 മണിയായിട്ടുണ്ട വെളുപ്പിന്. അപ്പൊ ഞാൻ കിടന്നുറങ്ങണേ. അപ്പൊ ഫാനിന്റെ ഒരു ശബ്ദ വ്യത്യാസം വന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു എണീറ്റ് ഇത് ഓഫ് ചെയ്യാനായിട്ട് എണീറ്റ്. അപ്പോഴാണ് ഈ പെട്ടെന്നൊരു അലച്ചിൽ തകർന്ന് വീഴുമായിരുന്നു. ഈ വീട് പണിയാൻ വേണ്ടി ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷെ ഈ ഓരോ രേഖയില്ലെന്നും, രേഖയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെങ്ങനെ ചുറ്റിക്കുകയാണ് സത്യം പറഞ്ഞ. രാഗിൻ ചേർന്ന് വിവരങ്ങളുമായി. രാഗിൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ രേഖകളൊന്നുമില്ലാതെ വീട് പണിയാൻ പറ്റില്ല, അങ്ങനെ ചെറിയ നൂലാമാലകളിൽപ്പെട്ട് അത് കുരുങ്ങിക്കിടക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് അതിനിടയിൽ ശ്രദ്ധിച്ചു. ഈ വീട് തകർന്ന സമയത്ത് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആർക്കെങ്കിലും നേരിയ തോതിലെങ്കിലും പരുക്ക് പറ്റിയോ? അതോ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നോ? സംഭവം എങ്ങനെയാണ്? കുമ്പളം നോർത്തിൽ തറമാശ്ശേരി NK ബൈജുവിൻ്റെ വീടാണ് തകർന്നത്. കഴിഞ്ഞ രാത്രി ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. പുലർച്ചെയും മഴ തുടർന്നു. ഈ ഘട്ടത്തിലാണ് വീട് തകർന്നു വീണിരിക്കുന്നത്. പ്രത്യേകിച്ചും കിടപ്പ് മുറിയുടെ ഭിത്തിയാണ് തകർന്നത്. അത് ഭിത്തി തകർന്ന് അകത്തേക്ക് വീഴാതിരുന്നത് ഭാഗ്യമായി. പുറത്തേക്ക് വീണത് കൊണ്ടാണ് ബൈജു രക്ഷപ്പെട്ടത്. ബൈജു മാത്രമാണ് ആ ഘട്ടത്തിൽ വീട്ടിലുണ്ടായിരുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. ബൈജുവും ബൈജുവിൻ്റെ അമ്മയുമായിരുന്നു താമസിക്കുന്നത്. ഈ വീടിൻ്റെ ശോച്യാവസ്ഥയും അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള മഴയൊക്കെ ഉള്ളത് കാരണം അമ്മ പെങ്ങളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വലിയ അപകടം ആ നിലയ്ക്ക് തന്നെ ഒഴിവായി. അത് ഭാഗ്യവശാൽ ആ കാര്യം സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ ബൈജു അടക്കം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു. വലിയ കാറ്റുമുണ്ട് ഈ മഴയ്ക്ക്. അതുകൊണ്ട് തന്നെ പല വീടുകളും ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്കകളിലാണ് പലരും താമസിക്കുന്നത്. ഇവിടെ ഈ ബൈജു വീട് പുതിയത് പണിയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അപേക്ഷകളൊക്കെ കൊടുത്തിരുന്നെങ്കിലും ഇതുവരെ അനുമതിയായില്ല എന്നതാണ് ബൈജു വ്യക്തമാക്കുന്നത്. വീട് പൊതുവെ ശോച്യാവസ്ഥയിൽ തന്നെയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ശക്തമായിട്ടുള്ള മഴ കൂടി വന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീട് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. ഇപ്പോൾ നിലവിൽ മഴ മാറി മൂടിക്കെട്ടിയ അന്തരീക്ഷമായി തന്നെ തുടരുകയാണ്. മഴയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ ഉച്ചയ്ക്ക് ശേഷമാണ് മഴ ശക്തമാകുന്നത്. അതോടൊപ്പം തന്നെ കാറ്റും ഉണ്ടാകുന്നുണ്ട്, ഇടിമിന്നലും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പല വീടുകളും ഇത്തരത്തിൽ തകരുന്നുണ്ട്. കൂടാതെ മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീഴുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജില്ലയിലാകെ മഴക്കെടുതിയുടെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്.